ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടാങ്കിൽ ബ്രീഡായി കഴിഞ്ഞാൽ നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളെയൊക്കെ നമ്മുടെ നേരത്തെ ഒരു ചെറിയ 2 ടാങ്ക് ഉണ്ടാക്കിയിലേക്ക് മാറ്റുന്നു. അതിലിപ്പോൾ ചെറിയ ചെറിയ കൊതുകിൻ്റെ കൂത്തടിയൊക്കെ ഇത്രയും പരുവത്തിന് കുഞ്ഞി പരുവത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന്മാരെയൊക്കെ അത്യാവശ്യം കഴിക്കാൻ പരുവത്തിനുള്ള ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് അതിനെ പിടിച്ച് നമ്മുടെ ആ ഒരു ടാങ്കിലോട്ട് ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും നമ്മുടെ ടാങ്കൊക്കെ കണ്ടല്ലോ, ടാങ്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല പോലെ ഫുൾ പ്ലാൻഡായിട്ട് കാണാൻ രസമായിട്ടാണ് നമ്മുടെ ടാങ്ക് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് നമുക്ക് നേരെ ആ ഒരു ബേസിലേക്കൊക്കെ നമുക്ക് മാറ്റാം. പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ വളർന്ന് വന്നിട്ടുണ്ട് കണ്ടോ. ഫുള്ള് നിറഞ്ഞു നടത്തി പ്ലാന്റ്സും കാര്യങ്ങളും കണ്ടോ. ഫുള്ള് നമ്മൾ ആ ആദ്യ ലുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ ഇപ്പം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നിറഞ്ഞ് മൊത്തം പച്ചപ്പായിട്ടാണ് നമ്മൾ ടാങ്ക് നിൽക്കുന്നത്. നല്ല അടിപൊളി രസമാണ് കാണാൻ ഈ ഒരു ലുക്കിൽ. പിന്നെ നമ്മുടെ മീനെ അതിൻ്റെ ഇടയ്ക്ക് തീറ്റയൊക്കെ കൊടുക്കാൻ വരുമ്പോൾ മീനെയും പിന്നെ ഇപ്പം തന്നെ ആ ഒരു ബ്രീഡായ മീനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ ടാങ്ക് കാണാൻ ഇപ്പം നല്ല രസമാണ്. അതേപോലെ നമ്മുടെ ഈ ഒരു ടാങ്ക് പോലെ തന്നെ ഇത് ഇപ്പം മാറി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചെടി കാര്യങ്ങളൊക്കെ നമ്മൾ അടിയിലത്തെ ചെടിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ആ ജസ്റ്റ് നല്ലപോലെ തന്നെ കിളിച്ച് കയറി വരും നമുക്ക് കാണാം കണ്ടേ. നല്ല രീതിയിൽ തന്നെ അടി നമ്മൾ നട്ടു കൊടുത്ത ആ ഒരു പ്ലാന്റൊക്കെ കിളിച്ച് കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അതാണ് ഗൈസ്, അതേണ്ട അതാണ് ഈ വളർന്നു പോയേക്കുന്നത് കണ്ട. ഇത് നമ്മൾ ആ ഒരു എന്താ പറയുക, മീൻ പിടിക്കാൻ പോയിടത്തുനിന്ന് എടുത്തൊരു പ്ലാന്റാണ്. ഇതിപ്പോൾ ഒത്തിരി വളർന്ന് വലുതായതുകൊണ്ട് കണ്ട, അവിടുന്ന് വളർന്ന് ഇത്രയും വലുതായത് ഓവറായിട്ട് നിൽക്കുകയാണ്. നമുക്കിനി ഒരു അക്വേറിയം ഉണ്ടാകത്ത്, നമുക്കൊരു അക്വേറിയം ഒരു പ്ലാന്റഡ് ആക്കി ഒരു നല്ലൊരു ലുക്കാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. എന്തായാലും നമുക്കിനി നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് പിടിച്ച് മാറ്റാം. ഗപ്പികളെ പിടിക്കാൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ട് അവിടെയൊക്കെ കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്. ശരിക്കും ഒരു ടാസ്ക്കാണ് അതിനകത്ത് മൊത്തം ഇപ്പോൾ കുഞ്ഞുങ്ങളെ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനായിട്ട് ഇച്ചിരി എളുപ്പത്തിന് നമ്മൾ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളും അതിൽ നിന്ന് ഒഴിവാക്കുവാണ്. കാരണം ഈ മണ്ടയ്ക്ക് ഈ പടർന്ന് ഈ കയറി വന്നേക്കുന്ന ഈ പ്ലാന്റ്സും കാര്യങ്ങളും നമ്മൾ കയറി വരുന്നതനുസരിച്ച് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഗ്രോത്തായി കയറി വരുന്നതാണ്. അതുകൊണ്ട് നമ്മളിത് കുറച്ച് നേരത്തെ മാറ്റി ഒഴിവാക്കി കളഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ കുഞ്ഞുങ്ങളെയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ കൊക്കുകൾക്കൊക്കെ അത് എളുപ്പമാണ് മീനെ പിടിക്കാൻ. അതുകൊണ്ട് നമ്മൾ അടച്ചു വെക്കുകയും ചെയ്യും. അത് തന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഫുൾ ഇതിൽ അങ്ങ് നിറയും. എന്തായാലും നമുക്ക് കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇനി ഒഴിവാക്കാം, എന്നിട്ട് നമുക്ക് മീനെ പിടിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി നമ്മൾ കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അത്യാവശ്യം നല്ലപോലെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കിളിച്ച് ഇപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഫില്ലാവും. എന്തായാലും നമ്മൾ മാറ്റാൻ പറ്റുന്ന അത്രയും പ്ലാന്റൊക്കെ നമ്മൾ ചെറിയ ടാങ്കിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ ഫുള്ള് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് അടുത്ത് നിൽക്കുന്നുണ്ട് കണ്ടോ. അങ്ങനെ നമ്മുടെ മാക്സിമം കുഞ്ഞുങ്ങളെ പിടിക്കാൻ പറ്റുന്നത്രയും കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഒരു ടാങ്കിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അതിന് ചെറിയ നെറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ടാണ് എല്ലാ കുഞ്ഞുങ്ങളെ ഇതുകൊണ്ട് മാറ്റിയത്. നമുക്ക് ആ വലിയ നെറ്റ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് എല്ലാത്തിനെയും പിടിച്ച് നമ്മുടെ ആ ഒരു ചെറിയൊരു പാട്ടയ്ക്കകത്താക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതെ, നമ്മുടെ ഫസ്റ്റ് ബേസിനിലേക്ക് നമ്മുടെ ഈ ഒരു മീനെ നമ്മൾ ഇറക്കി കൊടുക്കുകയാണ്. അതിന് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് വെള്ളം ഇച്ചിരി കുറവാണ്. കൂട്ടത്തെ മീനും പോരുമായിരിക്കും, നോക്കാം എന്തായാലും. മീനും വരുന്നുണ്ട് ഗൈസ്, മീനും വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, സത്യം അപ്പോൾ അത്യാവശ്യം നമ്മൾ മീനെ ഇതിനകത്തോട്ട് ഇറക്കിയിട്ട് ഇനി നമുക്കിതിനകത്ത് കുറച്ച് മീനോടുള്ളൂ കണ്ട. ഒരു 7-8 കൂടെ ഉള്ളൂ നമുക്കിനകത്ത് കണ്ട. ആ ഒരു 7-8 കൂടെ നമ്മുടെ ഈ രണ്ടാമത് ഉണ്ടാക്കിയ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കുറച്ച് കാലം നമ്മുടെ ഈ ഒരു ഗപ്പിനകത്ത് കിടന്ന് വളരട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ മറ്റേ ടാങ്കിലോട്ട് തന്നെ നമുക്ക് മാറ്റാം. എന്തായാലും കുഞ്ഞുങ്ങളും നമുക്ക് ഒന്നിച്ച് കിടക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 2 ചെറിയ ബേസിൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇതിൽ നമ്മുടെ ആ ഒരു കൊതുകിൻ്റെ സാധനം വന്നപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റണമെന്നൊക്കെ. എന്തായാലും നമ്മൾ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റൊക്കെ അതിനകത്ത് നല്ലപോലെ വളർന്ന് വെള്ളോട്ട് ചാടി വരുന്നുണ്ട്. ആ ഒരു പ്ലാന്റ് നല്ലപോലെ വളരുന്നുണ്ട് അതിനകത്ത്. എന്തായാലും നമ്മുടെ പരിപാടിയിൽ നിന്ന് ഇത്ര ഉള്ളതാണ്. ജസ്റ്റ് ആ ഒരു കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ നമ്മൾ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ആ ഒരു കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ അതിനെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 10-20 കുഞ്ഞുങ്ങളോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ചില വലിപ്പമുള്ളതുകൊണ്ട് നമ്മൾ കണ്ടില്ലായിരുന്നു. നേരത്തെ 2 കുഞ്ഞുങ്ങളെങ്ങാണ്ട് ഇറങ്ങിയത് അതിനകത്ത് കിടന്ന് തീറ്റയൊക്കെ തിന്ന് അത്യാവശ്യം ഗ്രോത്തായ ഒരു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനെ നമ്മൾ ഇതിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. എന്തായാലും ഇതിൽ കുറച്ച് വേളമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വളർന്ന് വലുതായിട്ട് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ആ ഒരു ടാങ്കിലേക്ക് മാറ്റുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സംഭവം നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ഇതുപോലെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും, നമ്മുടെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും